എവിടെ തുടങ്ങും എവിടെ അവസാനിപ്പിക്കുമെന്ന് അറിയാൻ വരാൻ നിൽക്കുവാണേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു അവോക്കാഡോ വെട്ടിക്കളഞ്ഞു. തെളിക്കാൻ ഒരുപാടുണ്ടേലും അത്യാവശ്യം ആ വഴുതനയുടെ ചുറ്റിനുള്ള കാടൊക്കെ ഒന്ന് പറിച്ച് കളയാന്ന് വെച്ച് തെളിച്ച് ആദ്യം ആ വഴുതന അങ്ങ് പറിച്ചു കളഞ്ഞു. എങ്ങനെ ഇരിക്കുന്നു? ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റത്തെ ഒരു വീട്ടിൻ്റെ മതിലിൻ്റെ സൈഡിൽ ചേർന്ന് നിന്നൊരു കലേഡിയം പ്ലാന്റ് ആണ്. യൂട്യൂബിലൊക്കെ ഈ പ്ലാന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ ഈ ഫോട്ടോ എടുത്ത് സെർച്ച് ചെയ്തപ്പോൾ സംഭവം അത് തന്നെ. അല്ല തന്നെ ഞാൻ കാശ് മുടക്കി ചെടികൾ മേടിക്കാറില്ല. പിന്നെ അമ്മ അന്ന് വിട്ട് എല്ലാ ചെടികളും അത്യാവശ്യം പിടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം വീഡിയോ ഇട്ട് തുടങ്ങിയ സമയത്ത് എനിക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്നൊരു ചെടി ഇതാണ്. അന്ന് ഇതിൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമായിരുന്നെങ്കിൽ ഇപ്പം രക്ഷപ്പെട്ട് കിട്ടി കേട്ടോ. ആ ഒരൊറ്റ ചെടിയോടുള്ളൊരു ഇഷ്ടത്തിൽ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പം മെഗാ സീരിയൽ പോലെ ആയിട്ടുണ്ട്. ഒരു മാസം മുന്നേ എനിക്ക് നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ചെടിയായിരുന്നത്. നേരപ്പം ഇത് എന്നതായതാണെന്നൊന്നും അറിയാൻ മേലാതെ ഞാൻ ചുമ്മാ അങ്ങ് നട്ടുവെച്ചു. അതിലൊരു മൊട്ടും ഉണ്ടായി. ഇത് എന്ത് പൂവാന്നറിയാൻ വേണ്ടി നോക്കിയിരുന്നു. ലാസ്റ്റ് ഇത് കോഴി കുത്തി. പിന്നെ ഗൂഗിളിൽ ഫോട്ടോ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം ഹിബിസ്കസ് സ്പ്ലെൻഡൻസ്, ചെമ്പരത്തിയുടെ ഏതോ വകഭേദമായിരിക്കും. പിന്നെ അന്ന് കിട്ടിയ ചെടികൾ കുറേയേറെ എൻ്റെ ഈ ചട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുഞ്ഞു ചട്ടിക്കകത്തൊക്കെ നട്ടു വെച്ചേക്കുമായിരുന്നു. അതെല്ലാം ഒന്ന് റീപ്പോർട്ട് ചെയ്യണമായിരുന്നു. ഈ ചെടി നമ്മൾ ആ വലിയ ചട്ടിക്കകത്ത് വെച്ചാൽ അതിനെ അങ്ങോട്ട് കാണത്തില്ല, അത് അത്ര ഹൈറ്റ് വെക്കത്തില്ലേ. അപ്പം അതിനെ ഒന്ന് മാറ്റി നട്ടു. പിന്നെ ഇതാ ഈ ചെടി കണ്ടു. അതൊരിക്കൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ അവരിങ്ങനെ ഗാർഡന് ബോർഡർ കൊടുത്തിരുന്നൊരു ചെടിയാണ്. അന്ന് ഞാൻ കൊണ്ട് ചട്ടി നട്ടെങ്കിലും എനിക്ക് തോന്നുന്നത് തറയിൽ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ഇവിടെ വെക്കണം എന്നൊരു. പിന്നെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഈ വാഷ് ബേസിനകത്ത് ഇതുപോലൊരു ഗ്രാസ് നട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ മൊത്തം ചെതൽ പോലെ എന്തോ അരിച്ച് അത് മൊത്തം അങ്ങ് പോയായിരുന്നു. ഞാൻ പിന്നെ അതൊന്നും കൂടെ അത് കട്ട് ചെയ്ത് ശരിയാക്കി എടുത്താണ്. അല്ലെങ്കിൽ ചിലത് റെഡിയാവും, ചിലത് റെഡിയാവത്തില്ല. റെഡിയാവാത്തത് നമ്മൾ റെഡിയാക്കും.